എറണാകുളം വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ തൊഴിലാളികളുടെ പ്രതിഷേധം. ശാരീരിക അവശതയുണ്ടായ ഡ്രൈവറെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്നാണ് പരാതി. ജോലി സ്ഥലത്ത് സുരക്ഷ ഒരുക്കുന്നില്ലെന്ന ആരോപണവും ശക്തം. കഴിഞ്ഞ ദിവസം വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലെത്തിയ വാഹനത്തിലെ ഡ്രൈവർ തൃശൂർ സ്വദേശി ബിജുവിനാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത്. വിവരം ടെർമിനൽ നടത്തിപ്പുകാരെ അറിയിച്ചെങ്കിലും സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നാണ് പരാതി. മറ്റ് ഡ്രൈവർമാർ എത്തിയ ശേഷമാണ് ബിജുവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. നല്ല കൈ മുറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വല്ലതും വെച്ച് കെട്ടാൻ മാത്രമാണ് ഈ ഫസ്റ്റ് എയ്ഡ് പറ്റിയത്. അതിപ്പോൾ ഒരാൾക്കാർക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഇത് ഇങ്ങനത്തെ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. ഒന്നാല ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ ഫുള്ള് ആകെ വിശർത്തിട്ടേ ഇരിക്കണേ. അത് ഷിവറിങ് കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റാണ്ട് അവർ പുതപ്പൊക്കെ ഇട്ടൊന്നും എല്ലാം ചെയ്തത് തന്നെയാണ്. പക്ഷേ എന്താ പറയുക, ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എനിക്ക് ആശുപത്രിയിലേക്ക് എന്തായാലും പോകണം. വർത്താനം പറയാനും പറ്റാണ്ടാണ് ഞാൻ നിൽക്കണേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും അവർ വന്നാലാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഇതാണ് അവർ പറഞ്ഞത്. എത്തിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അവർക്ക് വന്നാൽ ഹോസ്പിറ്റലാക്കിയിട്ട് അവർ പോകുമെന്ന് പറഞ്ഞു. ടെർമിനൽ നടത്തിപ്പുകാരുടെ ഭാഗത്തു നിന്ന് മുമ്പും മനുഷ്യത്വരഹിതമായ സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മറ്റ് ഡ്രൈവർമാരും പറയുന്നു. 1.5 മണിക്കൂറിനകം വണ്ടി അകത്ത് കയറി കഴിഞ്ഞാൽ ലോഡ് കയറ്റിത്തരാമെന്നാണ് നിയമപരമായിട്ട് ഇവർ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. 6 മണിക്കൂറും 7 മണിക്കൂറും 8 മണിക്കൂറും ശേഷമാണ് ഒരു ഡ്രൈവർ ഇതിനകത്ത് കയറിയതിന് ശേഷം പുറത്തിറങ്ങുന്നത് ലോഡുമായിട്ട്. ഇതൊന്നും കേൾക്കാൻ ഇതുവരെ ആരും ഞങ്ങളുടെ തയ്യാറായിട്ടില്ല. പല കാര്യങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നിയമപരമായിട്ട് ഞങ്ങളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാവോ ആ രീതിയിൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ DPV. അടിയന്തരമായി പ്രശ്നപരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ടെർമിനലിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് ഡ്രൈവർമാരുടെ മുന്നറിയിപ്പ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. മീഡിയ 1 കൊച്ചി.